വീഴുന്നതിനും 100% ഫലം പുറപ്പെടുവിക്കുന്നതിനുമുള്ള അനുഗ്രഹത്തിനായി പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 13 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴം നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവരോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തഴച്ചു വളർന്നു നിൽക്കുന്ന അത്തിവൃക്ഷം കണ്ടപ്പോൾ തോട്ടക്കാരന് വലിയ സന്തോഷമായി. അതിൽ നിറയെ അത്തിപ്പഴം കാണും എന്ന നിറഞ്ഞ പ്രതീക്ഷയോടെ തോട്ടക്കാരൻ അത്തിവൃക്ഷത്തെ സമീപിക്കുന്നത്. അത്തിവൃക്ഷത്തിലേക്ക് നോക്കിയ തോട്ടക്കാരന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. അത്തിവൃക്ഷത്തിൽ ഇടതൂർന്നു നിൽക്കുന്ന ഇലകൾ മാത്രം, പഴങ്ങളോ കായ്കളോ ഇല്ല. ഇന്നാൾ വരെയുള്ള തോട്ടക്കാരന്റെ അധ്വാനവും വിയർപ്പും സമയവും പണിക്കൂലിയും എല്ലാം വ്യർത്ഥമായി. ദുഃഖഭാരത്തോടെ തോട്ടക്കാരൻ അത്തിവൃക്ഷത്തിന്റെ കീഴിൽ ഇരുന്നു പോയി. അപ്പോൾ തോട്ടക്കാരന് തോന്നി, ഒന്നുകൂടി പരീക്ഷിക്കാം. തോട്ടക്കാരൻ അത്തിവൃക്ഷത്തിന് കൂടുതൽ വെള്ളവും വളവും നൽകി സംരക്ഷിച്ചു. അടുത്ത വർഷം തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഫലം അന്വേഷിച്ചു. ഇത്തവണയും ഇലകൾ മാത്രം, പഴങ്ങളൊന്നും ലഭിച്ചില്ല. തോട്ടത്തിന്റെ ഉടമസ്ഥൻ തോട്ടക്കാരനോട് പറഞ്ഞു, ആ അത്തിവൃക്ഷം നശിപ്പിക്കുക, എന്തിന് സ്ഥലം നഷ്ടപ്പെടുത്തുന്നു? തോട്ടക്കാരന് വേദന തോന്നി. താൻ ഏറെ കരുതലോടെ സംരക്ഷിച്ച് തന്റെ അധ്വാനവും വിയർപ്പും വീണു കുതിർന്ന മണ്ണാണ് അതിന്റെ ചുവട്ടിലുള്ളത്. എന്തുമാത്രം ശാരീരിക ക്ലേശവും അതിനു വേണ്ടി സഹിച്ചിരിക്കുന്നു. എങ്ങനെ അത് വെട്ടിമാറ്റും? തോട്ടക്കാരൻ ഉടമസ്ഥനോട് യാചിച്ചു, 1 വർഷം കൂടി മാത്രം നിർത്തുവാൻ അനുവദിക്കണമേ എന്ന്. ഉടമസ്ഥൻ തോട്ടക്കാരന്റെ യാചന സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉപമയിലെ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പിതാവായ ദൈവമാണ്. ഏറെ കരുതലോടെ കൂടുതൽ വെള്ളവും വളവും തന്റെ അധ്വാനത്തിന്റെ കൂടുതൽ സമയവും വിയർപ്പും ശാരീരിക ക്ലേശങ്ങളും നൽകി ഫലം നൽകും എന്ന പ്രതീക്ഷയോടെ 1, 2 വർഷങ്ങളല്ല 35, 45, 65 വർഷങ്ങൾ കാത്തിരിക്കുന്ന തോട്ടക്കാരൻ യേശുവിന്റെ പ്രതീകമാണ്. ഫലം നൽകാത്ത അത്തിവൃക്ഷം എന്റെയും നിങ്ങളുടെയും പ്രതീകമാണ്. അത്തിവൃക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങളായ സത്യം, നീതി, സ്നേഹം, ക്ഷമ, ദയ, നന്മ, കാരുണ്യം മുതലായവയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ അത്തിവൃക്ഷത്തിന്റെ ഉപമയിലൂടെ യേശു തന്റെ രക്ഷാകര ദൗത്യത്തിന്റെ സ്വഭാവം എന്തെന്ന് വെളിപ്പെടുത്തുന്നു. ഞാനും നിങ്ങളും മനസ്തപിക്കേണ്ടതിന്റെ ആവശ്യകതയും അല്ലാത്ത പക്ഷം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാനിരിക്കുന്ന വിപത്തും ഈശോ ഈ ഉപമയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. സ്നേഹധനനായ പിതാവിന്റെ മുമ്പിൽ പാപികളായ നമുക്ക് വേണ്ടി കാരുണ്യം യാചിക്കുന്ന യേശുവിനെ ഈ ഉപമയിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. യേശുവിന്റെ അപേക്ഷ നിരസിക്കുവാൻ പിതാവിന് സാധ്യമല്ല. കാരണം പൊന്നും വെള്ളിയും കൊടുത്ത് വീണ്ടെടുത്തവരല്ല, മറിച്ച് കറയോ കളങ്കവുമില്ലാത്ത യേശുവിന്റെ വിലയേറിയ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം
അധ്യായം 53 3 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ പറയുന്നു, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ഭൂമിയിൽ അവതരിച്ചു. 30 വർഷത്തോളം ഒളിക്കപ്പെട്ട ജീവിതം നയിച്ചു. ഒരിക്കലും ഞാൻ ദൈവപുത്രനാണെന്ന് അവിടുന്ന് വിളംബരം ചെയ്യുന്നില്ല. വിനീതരിൽ വിനീതനായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിലും സ്വന്തം പട്ടണത്തിൽ നിന്ന് തിരസ്കരണമാണ് ലഭിച്ചത്. അറിയാത്ത കുറ്റങ്ങൾ മേലിൽ ചുമത്തുമ്പോഴും ഭരണാധികാരികൾക്ക് വിധേയനായി അത് ഏറ്റെടുക്കുന്നു. അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി യേശു തന്നെ തന്നെ താഴ്ത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ ബറാബാസ് എന്ന നാടകത്തിലെ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. കാരാഗൃഹത്തിന്റെ കനത്ത ഭിത്തിക്കുള്ളിൽ മരണത്തിലേക്ക് നടന്നെത്താനുള്ള ചുവടുകൾ എണ്ണിക്കഴിയുകയായിരുന്നു ബറാബാസ്. മാനസിക അസ്വസ്ഥതയും നിരാശയും ഭീതിയും ഉത്കണ്ഠയും നിസ്സഹായനായ അയാളെ കാർന്നു തിന്നിരുന്നു. അപ്പോൾ അതാ അടുത്തു വരുന്ന ഒരു കാലൊച്ച കേൾക്കാനിടയായി. ആ കാലൊച്ച ബറാബാസിനെ പരിഭ്രാന്തനാക്കി. അയാളുടെ ഹൃദയമിടിപ്പുകൾ വർദ്ധിച്ചു. തന്നെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന പട്ടാളക്കാരൻ്റെതായിരിക്കും ആ ശബ്ദമെന്ന് അയാൾ കണക്കുകൂട്ടി. ആ കൽത്തുരങ്കത്തിന്റെ വാതിലുകൾ ഭയാനകമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തുറക്കപ്പെട്ടു. ബറാബാസ് വിറയ്ക്കാൻ തുടങ്ങി. അടുത്തു വന്ന പട്ടാളക്കാരെ തുറിച്ചു നോക്കി. മരണനിമിഷം സമാഗതമായതോർത്ത് അയാളുടെ നെഞ്ചു പിടച്ചു. പക്ഷെ കാതുകളിൽ കേട്ടത് മറ്റൊരു മുഴക്കമായിരുന്നു. നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. നസ്രായനായ യേശു നിനക്ക് പകരം കുരിശിലേറുന്നു. ബറാബാസിന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അവൻ തല കുലുക്കിയും താഴോട്ട് മുകളിലേക്ക് മാറി മാറി നോക്കിയും ഇത് യാഥാർത്ഥ്യം തന്നെയോ അതോ സ്വപ്നമാണോ എന്ന് ഉറപ്പുവരുത്തി. ഒരു നിമിഷ നേരത്തേക്ക് അവൻ കണ്ണുകൾ അടച്ചു. താൻ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ, കവർച്ചകൾ, കൊലപാതകങ്ങൾ അവന്റെ മനസ്സിലൂടെ ഒരു സ്ക്രീനിൽ എന്നതുപോലെ കടന്നുപോയി. ഉടനെ തന്നെ യേശു എന്ന നല്ല മനുഷ്യനിലൂടെ അനേകർ അനുഭവിച്ച സ്നേഹവും കാരുണ്യവും ശാന്തിയും സന്തോഷവും സൗഖ്യവും ഓരോന്നായി അയാളുടെ മനോമുഖരത്തിലൂടെ ഉയർന്നു വന്നു. പിന്നെ കാണുന്നത് തുറന്നിട്ട വാതിലിലൂടെ ബറാബാസ് സർവശക്തിയും ഉപയോഗിച്ച് ഓടുന്നതാണ്. താൻ ചെയ്ത കുറ്റത്തിന് താൻ തന്നെ ശിക്ഷ അനുഭവിക്കണം എന്ന് മനസ്സിലുറപ്പിച്ച് ശിക്ഷ ഏറ്റുവാങ്ങാൻ അയാൾ ഓടുകയാണ്. ആ ഓട്ടം ചെന്ന് നിൽക്കുന്നത് കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലാണ്. അപ്പോഴേക്കും യേശു രക്തം വാർന്ന് കുരിശിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. പ്രഭോ എന്നുറക്കെ വിളിച്ചു കരഞ്ഞുകൊണ്ട് ഹൃദയം തകർന്ന് യേശുവിന്റെ കുരിശിൽ പിടിച്ച് അയാൾ തല തല്ലി കരഞ്ഞു. ബറാബാസിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള നിമിഷങ്ങളിൽ അവാച്യമായ ചില അനുഭവങ്ങൾ ബറാബാസിനുണ്ടായി. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് എന്ന്. അതെ, അവൻ രക്ഷകനെ കണ്ടെത്തി. അവൻ വിമോചിതനായി. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ ദുഷ്ടതകളിൽ നിന്നും യേശുവിന്റെ അമൂല്യമായ രക്തത്തിൽ ക്ഷാളനം ചെയ്യപ്പെട്ടു. പുതിയൊരു വ്യക്തിയായി ബറാബാസ് മാറുകയാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. യേശുവിനെ പോലെ സ്നേഹിക്കാൻ,
യേശുവിനെ പോലെ നന്മ ചെയ്യാൻ, യേശുവിനെ പോലെ കരുണ കാണിക്കാൻ, പീഡ സഹിക്കാൻ ഉറച്ച കാൽവെപ്പുകളോടെ ബറാബാസ് നടന്നു നീങ്ങി. ഇത് ബറാബാസിന്റെ മാത്രം കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥയാണ്. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ ചൂണ്ടിക്കാട്ടിയ നിഷ്കളങ്കനായ ദൈവപുത്രൻ കാൽവരിയിൽ ഉയർത്തപ്പെട്ട മരക്കുരിശിൽ രക്തം ചിന്തിയാണ് തന്റെ ജീവിത ബലി പൂർത്തിയാക്കിയത്. സ്നേഹിതന് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നതിൽ കവിഞ്ഞ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച യേശുനാഥൻ ഇന്ന് നമ്മെ ഓരോരുത്തരെയും സമീപിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശിക്ഷ വിധിക്കാനല്ല അവിടുന്ന് നമ്മെ സമീപിക്കുന്നത്. നീ എന്തുമാത്രം ഗൗരവമുള്ള പാപത്തിന് അടിമയാണെങ്കിലും അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ യേശുവിനെ നോക്കിയാൽ തീർച്ചയായും അവൻ നിന്നെ സ്വതന്ത്രനാക്കും. അപ്പോൾ നമ്മുടെ കാതിലും ഈ സ്വരം മുഴങ്ങും, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, നസ്രായനായ യേശു നിനക്ക് പകരം കുരിശിലേറുന്നു. അഹങ്കാരിയായ ഞാൻ അഹങ്കാരത്തിന് ശിക്ഷയായി മുൾമുടി ധരിക്കപ്പെടേണ്ടതിന് പകരമായി യേശുനാഥൻ പരിഹാസ രാജാവായി മുൾമുടി ധരിച്ചു. എന്റെ ജഡിക പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ ചാട്ടവാർ അടുക്കി അർഹനാകേണ്ടതിന് പകരം യേശുനാഥൻ ചാട്ടവാർ അടുക്കി അർഹനായി. എനിക്ക് ജീവൻ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും പാപത്തിലേക്കുള്ള എന്റെ ചാച്ചിൽ ഇല്ലാതാക്കി എന്നെ ശക്തിപ്പെടുത്തുന്നതിനുമായി അവിടുന്ന് അപ്പത്തിന്റെ രൂപത്തിൽ എല്ലാ ദിവസവും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എഴുന്നള്ളി വന്ന് എന്നിൽ വസിച്ചുകൊണ്ട് എന്റെ ആത്മാവിന് ആവശ്യമായ എല്ലാ കൃപകളും വരങ്ങളും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള വചനത്തിലെ അത്തിവൃക്ഷത്തിന്റെ ഫലം തേടുന്ന തോട്ടക്കാരനെ നമുക്ക് മനസ്സിൽ കാണാം. ഇത്രകാലം ജീവിച്ചിട്ടും ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷമായിരുന്നിട്ടും നമ്മുടെ ചുവട്ടിൽ കോടാലി വെക്കപ്പെട്ടിട്ടില്ല. അനുദപിച്ച് ഫലം പുറപ്പെടുവിക്കാൻ ഒരു അവസരം കൂടി ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ഇതാ സ്വീകാര്യമായ സമയം, രക്ഷയുടെ ദിവസം അടുത്തിരിക്കുന്നു. ഓരോ നിമിഷത്തിനും ദൈവത്തോളം വിലയുണ്ട്. ഒരു നിമിഷം കൊണ്ട് നല്ല കള്ളൻ സ്വർഗം നേടിയെടുത്തു. ഇതുവരെ നമ്മൾ വ്യർത്ഥമാക്കി കളഞ്ഞ സമയത്തിന്റെ കുറവ് നികത്താൻ ഇരട്ടി സ്നേഹത്തോടെ, ഇരട്ടി തീക്ഷ്ണതയോടെ, ഇരട്ടി ജാഗ്രതയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത കടമകൾ നിർവഹിച്ച് യേശുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെയും കരുണയുടെയും വാക്താക്കളാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആകുന്ന അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത് കത്തോലിക്ക സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിലാണ്. കൂദാശകളുടെ സമൃദ്ധിയാകുന്ന വെള്ളവും വളവും നാം വലിച്ചെടുക്കുന്നു. ആധ്യാത്മികമായി ഫലം പുറപ്പെടുവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും കത്തോലിക്ക സഭ നമുക്ക് ഒരുക്കി തരുന്നു. നോമ്പുകാല ധ്യാനങ്ങൾ, കുടുംബ നവീകരണ ധ്യാനം, യൂത്ത് റിട്രീറ്റ്, തപസ് ധ്യാനം എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള ധ്യാനങ്ങളും ആധ്യാത്മികമായ എല്ലാ സമ്പത്തും സഭ നമുക്ക് നീട്ടിത്തരുന്നു. അത്തിവൃക്ഷ മുന്തിരിത്തോട്ടത്തിൽ നിന്നും വെള്ളവും വളവും വലിച്ചെടുക്കുന്നത് പോലെ കത്തോലിക്ക സഭയുടെ എല്ലാ ആനുകൂല്യങ്ങളും നാം സ്വീകരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്.
വീണ്ടും 8-ാം അധ്യായത്തിൽ പറയുന്നു, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് കഴിയുകയുമില്ല. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിവർത്തനം വേദനാജനകമാണെങ്കിലും അത് അത്യാവശ്യമാണ്. എത്ര പ്രാവശ്യം പരാജയപ്പെട്ടാലും വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിതത്തെ നവീകരിക്കാം. നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം ബറാബാസിനോട് പറഞ്ഞ വാക്കുകൾ. നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, നസ്രായനായ യേശു നിനക്ക് പകരം കുരിശിലേറുന്നു. ദൈവത്തിന്റെ അനന്തമായ ക്ഷമയും അളവറ്റ കാരുണ്യവുമാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്. അതിനാൽ ദൈവരാജ്യത്തിനടുത്ത ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറാം. പൂർണ്ണമായ പശ്ചാത്താപത്തോടെ എളിമയുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ ഇടവകജനത്തിനും പ്രയോജനകരമാകുന്ന രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. നമുക്ക് ഈ സമയം കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടാനായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.